സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ. കോൺടാക്ട് നമ്പർ 9947549050 7306384768. നിലമ്പൂർ മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം നടത്തി. കേരളത്തിലെ വികസനങ്ങളെ പുറകോട്ടടിക്കുന്ന LDF സർക്കാരിന്റെ നടപടികൾക്കെതിരെയാണ് സമരം നടത്തിയത്. 50 ദിവസത്തിൽ കൂടുതലായി നടന്നുവരുന്ന ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർക്കുക, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ പ്രധാനപ്പെട്ട റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുക, ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ആവശ്യമായ പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തുക, SFIO കേസിൽ പ്രതിയായ വീണ വിജയന്റെ പിതാവ് കേരള മുഖ്യമന്ത്രി രാജിവെക്കുക, രാപ്പകൽ സമരം KPCC സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 2011 ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ 11,000 കോടി രൂപയാണ് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വേണ്ടി ഫണ്ട് വകയിരുത്തിയത്. പിന്നെ അത് 2012-13 ആവുമ്പോഴും വീണ്ടും അതിൽ 15% വർദ്ധിപ്പിക്കും. 2015-16 കാലത്ത് UDF ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് താഴെ പോകുമ്പോൾ 11,000 കോടി എന്നത് 22,000 കോടിയാക്കി വർദ്ധിപ്പിച്ചു. പഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ട ഒരു സർക്കാരിന്റെ പൈസ. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ജനകീയ ആസൂത്രണത്തിന്റെ വാക്താക്കൾ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ 5 വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്തത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഇരുന്ന ഞങ്ങളോടൊക്കെ എല്ലാ വർഷവും പറയുന്നത്, നിങ്ങൾ അടുത്ത വർഷത്തെ പദ്ധതി നേരത്തെ ഉണ്ടാക്കണം. പദ്ധതി ഉണ്ടാക്കാൻ പൈസ എത്ര ഉണ്ട് എന്നത് നമ്മൾ നേരത്തെ പറയില്ല. പക്ഷേ നമുക്കൊരു മുൻകൂറായിട്ട് നമ്മളോട് പറയും. എന്താ പറയാ, ഈ വർഷം നിങ്ങൾ എത്ര രൂപയുടെ പദ്ധതിയാണോ ഉണ്ടാക്കിയത് അതിന്റെ ഒരു 15% വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പദ്ധതി ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് DPCയിൽ നിന്നൊരു ഉത്തരവ് തരും. പിന്നെ നമ്മൾ ആ ഉത്തരവ് അനുസരിച്ചാണ് 15% വർദ്ധിപ്പിച്ചാണ് പദ്ധതി നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ചെയ്തത് 2016-17 എത്ര പദ്ധതിക്ക് എത്ര രൂപയാണോ നീക്കി വെച്ചത് അതിൽ നിന്ന് 5% തുക കുറച്ച് അടുത്ത വർഷത്തെ പദ്ധതി ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട്? എന്നിട്ട് അവരാണ് ഈ പറയുന്നത് കേന്ദ്രം പൈസ എടുത്തില്ല. ഇവർ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഒരു ബഡ്ജറ്റിന്റെ അതിന് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് നിർബന്ധമായും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട 33% ഉണ്ട്. അത് നിയമമാണ്. എത്ര കൊടുത്തു ഈ സംസ്ഥാന ഗവൺമെന്റ്? 20% പോലും കൊടുത്തിട്ടില്ല എന്ന കണക്കുകൾ കാണിക്കുന്നു. UDF നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാൻ ഇക്ബാൽ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. നിലമ്പൂർ മുനിസിപ്പൽ UDF ചെയർമാൻ നാണിക്കുട്ടി കൂമഞ്ചേരി അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് സ്വാഗതം പറഞ്ഞു. മുൻ KPCC സെക്രട്ടറി VA കരീം, നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, A ഗോപിനാഥ്, MK ബാലകൃഷ്ണൻ, അബ്ദുള്ള വല്ലാഞ്ചിറ എന്നിവർ പ്രസംഗിച്ചു. PT ചെറിയാൻ, ഉമ്മർ കോയ CT, കൌൺസിലർമാരായ ഡെയ്സി ടീച്ചർ, റസിയ, രാജലക്ഷ്മി, സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. N4 ന്യൂസ് നിലമ്പൂർ. ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ്, വെഡിംഗ് സ്യൂട്ട്സ് ആൻഡ് റെന്റൽസ്, ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിംഗ്, താഴെ ചന്തക്കുന്ന്, നിലമ്പൂർ. ഫോൺ 9562842937 8075122918.